ഐശ്വര്യ കരിമണൽ കേസിൽ ഏറ്റവും കൂടുതൽ ഈ കേസിന്റെ പിന്നാലെ നടക്കുന്നത് ഒരു ആളാണ് ഷോൺ ജോർജ്. നമുക്ക് ബാക്കി രാഷ്ട്രീയ പാർട്ടിക്കാരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആരും ഇപ്പോൾ BJPയുടെ ആയാലും അതല്ല കോൺഗ്രസിന്റെ നേതാക്കന്മാരും മാത്യു കുഴൽനാടൻ ഒഴികെ ബാക്കിയുള്ളവരെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആരും ഇത്രത്തോളം ഈ ഒരു കേസിനെ ഫോളോ ചെയ്യുന്നു. പക്ഷേ ഷോൺ ഇത് വിടാതെ ഇതിന്റെ പിന്നാലെ തന്നെ പോകുന്നുണ്ട്. ഇതിൽ മാത്രമല്ല അദ്ദേഹം ഇതിന് കക്ഷി ചേരും ചെയ്തിട്ടുണ്ട്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു സോഴ്സ് കിട്ടണ്ടേ? ഇത്തരത്തിൽ കക്ഷി ചേരണമെന്നുണ്ടെങ്കിലും തൻ്റെ കയ്യിൽ ഇന്ന് പല തെളിവുകളുണ്ട് എന്നുള്ളത് ED യോട് പറയണമെന്നുണ്ടെങ്കിലും ഒരുപാട് സോഴ്സ് വേണം. പക്ഷേ അത് എവിടുന്ന് കിട്ടിയെന്നുള്ള വലിയൊരു ചോദ്യചിഹ്നം അപ്പോഴും ബാക്കിയുണ്ട്. എവിടുന്നാണ് ഇത്തരത്തിൽ ഷോൺ ജോർജിന് വിവരം കിട്ടിയത്? ഒന്നല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഷോൺ ജോർജിന് ഈ പറഞ്ഞ പോലെ അബുദാബിയിലുള്ള അല്ലെങ്കിൽ UAE-യിലുള്ള ഈ ഡീറ്റെയിൽസ് എവിടുന്ന് കിട്ടി, അക്കൗണ്ട് ഡീറ്റെയിൽസ് എവിടുന്ന് കിട്ടി? അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ CPM-ൻ്റെ ഉള്ളിൽ തന്നെ പല ആൾക്കാരും ഇപ്പം അതിൽ പ്രധാനപ്പെട്ട പറയുന്നതെന്ന് ഈ പറഞ്ഞ പോലെ ബിനീഷ് കോടിയേരിയുടെ പേര് പറയാറുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ 2026 ഇലക്ഷൻ ജയിച്ചപ്പം ബിനീഷ് കോടിയേരിയുടെ ഒരു FB പോസ്റ്റ് ഉണ്ട്, ഒരേ ഒരു കോടിയേരി എന്ന് പറഞ്ഞിട്ട്. അപ്പം അന്ന് തന്നെ സംഭവം വളരെ ക്ലിയർ ആണ്. പിണറായി വിജയനെ പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും പിണറായി വിജയനെതിരെ ഉള്ള ഒരു എന്താ പറയുക സൂചി തന്നെയാണ് വിട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹം പേരെടുത്ത് പിണറായി വിജയൻ്റെ പേര് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം കാര്യങ്ങളെല്ലാം വീണ്ടും എന്താ പറയുക കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും വരുന്നുണ്ട്. പക്ഷേ ഉറപ്പായിട്ടും ഇത് ഫവാസ് പറഞ്ഞ ആ ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. എവിടെ നിന്നും ഈ ഷോൺ ജോർജിന് ഈ ഒരു ഇത്രയും ഡീറ്റെയിൽസ് എവിടെ നിന്ന് കിട്ടി? ഷോൺ ജോർജ് ആണ് ആദ്യം മുതൽ തന്നെ ഇതിനു വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മുഖമാണത്. പക്ഷേ കേസുമായിട്ട് ബന്ധമില്ലാത്തൊരു മൂന്നാം കക്ഷിയാണ് ഈ പറയുന്ന ഷോൺ ജോർജ്. ശരിക്കും UAE-യുടെ ഒരു നിയമപ്രകാരം ഔദ്യോഗിക രേഖ പുറത്തു പോകുക എന്ന് പറയുന്നത്, അങ്ങനെ പുറത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ അയാളുടെ ജീവന് തന്നെ ആപത്തുണ്ടാക്കുന്ന രീതിയിലുള്ളൊരു കാര്യമാണത്. UAE-യുടെ ആ അവിടുത്തെ ഒരു സെറ്റിൽമെന്റ് കമ്മീഷന്റെ ഒരു ചട്ടം ഉണ്ട്. ആ ചട്ടപ്രകാരം നടപടിക്രമങ്ങളെല്ലാം തന്നെ അതീവ രഹസ്യ സ്വഭാവമുള്ളതായിരിക്കണം. അപ്പം അത്രയും ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പ്രോസസ്സിൽ ഇതുപോലെയുള്ള ഔദ്യോഗിക രേഖകൾ പുറത്ത് വന്നു എന്ന് പറയുമ്പോൾ ഷോൺ ജോർജിന് അത് ആര് കൊടുത്തു എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായിട്ട് വരുന്നതാണ്. ഇത് നമ്മൾ മുന്നേ ഒരിക്കൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഹെൽപ്പ് ചെയ്ത IDക്ക് വേണ്ടിയിട്ട് എന്തോ രേഖകൾ ഹെൽപ്പ് ചെയ്ത 2 ഉദ്യോഗസ്ഥരുടെ, മലയാളി ഉദ്യോഗസ്ഥരുടെ ജോലി പോയി എന്നുള്ളത്. ജോലിയല്ല, അവിടുത്തെ ഒരു നിയമം പ്രകാരം അല്ലെങ്കിൽ ഈ ഒരു കണ്ണികളുടെ ഇടയിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന, എപ്പോൾ വേണമെങ്കിലും അപകടത്തിലായേക്കാവുന്ന ഒരു കാര്യമാണത്. അപ്പം അത്തരത്തിലുള്ള വലിയ നിയമങ്ങളെയും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ത്രെട്ടുകളെയും എല്ലാം മറികടന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് മൂന്നാം കക്ഷിയായിട്ടുള്ള, അതായത് എല്ലാ ചട്ടങ്ങളും മറികടന്നുകൊണ്ട് ഈ പറയുന്ന സെറ്റിൽമെന്റ് കമ്മീഷൻ ചട്ടപ്രകാരം ഇത്രയും രഹസ്യ സ്വഭാവമുള്ള ഒരു കാര്യം നടത്തുമ്പോൾ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഷോൺ ജോർജിനെ പോലെ ഒരു മൂന്നാം കക്ഷിക്ക് ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് കിട്ടി എന്ന് പറയുമ്പോൾ അതെവിടെ നിന്ന് കിട്ടി അല്ലെങ്കിൽ ആര് കൊടുത്തു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരിക്കലും നമ്മൾ അന്വേഷിച്ച് പോവാത്തൊരു ചോദ്യം കൂടിയാണത്. ഒരുപാട് സംശയങ്ങൾ നമ്മൾ ഇതിനു മുന്നേയും പറഞ്ഞു. ഇതുപോലെ ബിനീഷ് കോടിയേരി ആയിരിക്കാം, ഇവർ ഒരുമിച്ച് വക്കീൽ ഓഫീസ് നടത്തുന്നവരാണ്, ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന അത്രയും അടുത്ത സുഹൃത്തുക്കളാണ് ബിനീഷ് കോടിയേരിയും ഷോൺ ജോർജും. അപ്പോൾ അത്തരത്തിലുള്ളത് കൊണ്ട് തന്നെ അതും BJP നേതാക്കൾ പലരും മിണ്ടാത്തൊരു സ്ഥലത്ത് ഷോൺ ജോർജ് ഇത്തരത്തിൽ സംസാരിക്കുന്നു, കേസ് നടത്തുന്നു, ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നു, ശക്തമായിട്ട് തെളിവുകൾ പുറത്ത് വിട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ CMR-ലും ഒരിക്കൽ ചോദിച്ച ചോദ്യമാണ്, കോടതിയിൽ ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് ഹൈക്കോടതിയോട് ചോദിച്ചൊരു ചോദ്യം ഇതാണ്, CMR-ൽ മുന്നോട്ട് വെച്ച ചോദ്യം ഇതാണ്: മൂന്നാം കക്ഷിയായ ഷോൺ ജോർജിന് ഇത്തരത്തിലുള്ള രേഖകൾ ഈ ചട്ടപ്രകാരം കൊടുക്കാൻ പാടില്ല എന്നിരിക്കെ എങ്ങനെ കിട്ടി? ആ ചോദ്യത്തിന് ഇപ്പോഴും അവിടെയും ഉത്തരവൊന്നും എത്തിയിട്ടില്ല, എങ്ങനെ അദ്ദേഹത്തിന് കിട്ടി എന്നുള്ളത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എനിക്കിത് UAE ചട്ടപ്രകാരം എനിക്കിത് നേരിട്ട് ഹാജരാക്കാൻ പറ്റില്ല, പക്ഷേ കേന്ദ്ര ഏജൻസികൾക്ക് ഇത് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലൊരു തുറന്നു പറച്ചിൽ അദ്ദേഹം നടത്തണം എന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ ഒരു രേഖയുണ്ട് എന്ന് അദ്ദേഹത്തിന് അത്രയും ഉറപ്പുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അത് കൊടുക്കാൻ പറ്റില്ല. അതായത് അത് ചട്ടപ്രകാരം അദ്ദേഹത്തിന് കിട്ടില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും ഉറപ്പായിട്ടും ചോദ്യം വരും എങ്ങനെ അത് കിട്ടി എന്നുള്ളത്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റില്ല. കേന്ദ്ര ഏജൻസികൾ അവിടെ ഉണ്ട്, ആ സാധനം എടുത്തോ എന്ന് നമ്മൾ പറയണം എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടെന്നുള്ള ഉറപ്പ്, അത്രയും കൃത്യമായ ഉറപ്പ് നമുക്ക് വേണം. അത്രയും കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പ് എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ ഈ പറയുന്ന പോലെ അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ അക്കൗണ്ടിൽ ഇത്രയും കൃത്യമായ വിവരങ്ങൾ ഷോൺ ജോർജിന് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു സംശയമാണ്, ആ ബാങ്ക് അക്കൗണ്ട് ആരുടെ പേരിലൊക്കെയാണ്? വീണ വിജയൻ്റെയും മുൻ ഭർത്താവ് സുനീഷ് എമ്മിൻ്റെയും പേരിൽ, മുൻ ഭർത്താവാണെന്ന് പറയുന്നത് സുനീഷ് എം എന്ന് പറയുന്ന ആളുടെയും പേരിൽ. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും മാത്രം പേരിലുള്ള ഒരു അക്കൗണ്ടിൻ്റെ ഇത്രയും അധികം ഡീറ്റെയിൽസ് പുറത്ത് വരണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വീണ വിജയൻ പറയണം, അവർക്കെതിരെ അവർ പറയുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ പിന്നെ അടുത്ത ചാൻസ് നമ്മൾക്ക് സംശയിക്കാവുന്നത് സുനീഷ് ആയിരിക്കുമോ? ഇത്തരത്തിൽ മുൻ ഭർത്താവാണ്, അദ്ദേഹത്തെ ഒഴിവാക്കിയിട്ടാണ് റിയാസിനെ കല്യാണം കഴിക്കുന്നതുമൊക്കെ. അപ്പോൾ അതിനുശേഷം അത് അവരുടെ ഫാമിലി കാര്യങ്ങൾ, അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊരു അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ഹോൾഡറിൽ ഒരാൾക്ക് സ്വാഭാവികമായിട്ടും കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വീണയ്ക്ക് പണി കൊടുത്തത് ആദ്യ ഭർത്താവാണോ എന്നുള്ളൊരു ചോദ്യം കൂടി ഇതിനിടയിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്.
നമുക്ക് ആ ചാൻസ് തള്ളിക്കളയാനും പറ്റില്ല. ഒരു വശത്ത് ഈ പറഞ്ഞ പോലെ ഒന്ന് ആദ്യ ഭർത്താവാണോ എന്നുള്ള ചോദ്യത്തിനിടെ കിടക്കുന്നുണ്ട്, രണ്ടാമത് ഈ പറഞ്ഞ ബിനീഷ് ആണോ എന്നുള്ള ചോദ്യം കിടക്കുന്നുണ്ട്, മൂന്നാമത് ഈ പറഞ്ഞ പോലെ ഇതൊന്നും അല്ലാത്ത വേറൊരാളായിരിക്കാനും ചാൻസ് ഉണ്ട്. ഉറപ്പായിട്ടും ഉണ്ട്. പക്ഷേ ഇത്രയും ഈ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഇത്രയും ക്ലിയർ ആയിട്ട് അവിടെ ഇതുണ്ട് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ഹോൾഡർക്ക് കുറച്ചും കൂടി അറിയാൻ പറ്റുമല്ലോ. ഇപ്പോൾ അക്കൗണ്ടിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് അറിയില്ല. ട്രാൻസാക്ഷൻസ് ഒക്കെ കൈകാര്യം ചെയ്ത മറ്റൊരു ബന്ധുവിനെ പറ്റി നമ്മൾ സംസാരിച്ചു. ചിലപ്പോൾ ആ ബന്ധുവായിരിക്കാം, അല്ലെങ്കിൽ ബന്ധു ഒറ്റിക്കൊടുത്തു എന്നല്ല പറയുന്നത്. അത്തരത്തിലുള്ള ബന്ധുക്കൾ ഒരുപാടുണ്ട്. പറഞ്ഞു വരുമ്പോൾ ഇത്തരത്തിലുള്ള കുറേ ബന്ധുക്കളെ, സോ കോൾഡ് ബന്ധുക്കൾ ഒരുപാട് പേര് വെളിയിൽ വരാനുണ്ട്. അപ്പോൾ ഒരുപാട് കണ്ണികളിലേക്ക് നീളുന്ന ഒരു അന്വേഷണം തന്നെയായിരിക്കും ഇത്. അപ്പം അതിനിടയിൽ എന്തായാലും ഷോൺ ജോർജിന് ഇത് എവിടെ നിന്ന് കിട്ടിയെന്നുള്ളൊരു ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറഞ്ഞേ മതിയാവുള്ളൂ. അതും കൂടെ കണ്ടുപിടിച്ചാൽ മാത്രമേ, ഇപ്പോൾ ശരിക്കും ഹൈക്കോടതി പോലും ആ സമയത്ത് പറഞ്ഞത് കാലിത്തീറ്റ കുംഭകോണ കേസിലെ പോലെ വ്യാജ ബില്ലുകൾ വെച്ചിട്ട് വെറുതെ ചെയ്യാത്ത കാര്യത്തിന് കാശ് കൊടുക്കുന്ന ആ ഒരു അതുമായിട്ടാണ് ഉപമിച്ചത് പോലും. കാലിത്തീറ്റ കുംഭകോണ കേസ് അറിയാലോ. അപ്പൊ അതിലെ പോലെ വ്യാജ ബില്ലുകളുടെ അടിസ്ഥാനത്തിൽ കാശ് കൊടുത്തത് പോലെയാണ് ശരിക്കും ഇവിടെ ഈ പറയുന്ന എക്സാലോജിക്കിന്റെ കാര്യത്തിലും മാസപ്പടി കിട്ടിയിട്ടുള്ളതെന്ന് ഹൈക്കോടതിയുടെ തന്നെ പരാമർശമാണ്. പക്ഷെ വീണ പറയുന്നത് താൻ അതിൽ കൃത്യമായിട്ടുള്ള അഡ്വൈസ് കമ്പനിക്ക് കൊടുത്തു എന്നുള്ളത്, എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത്, സോഫ്റ്റ്വെയറിന്റെ കാര്യങ്ങളിലൊക്കെ കൃത്യമായി താൻ അഡ്വൈസ് കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് തനിക്ക് തുക ലഭിച്ചത് എന്നും പറയുന്നുണ്ട്. ആ അഡ്വൈസിന്റെ എന്തെങ്കിലും ഒരു ഡീറ്റെയിൽസ് ഹാജരാക്കാൻ അവർക്ക് പറ്റുന്നുണ്ട്. പിന്നെ വീണയെ പോലെ നമ്മൾ പല ചർച്ചകളിലും പറഞ്ഞൊരു കാര്യം തന്നെയാണ്, വീണയെ പോലെ ഒരു ഉപരിപഠനത്തിനുള്ളൊരു മാർക്ക് പോലും സ്കോർ ചെയ്യാൻ പറ്റാത്തൊരു വിദ്യാർത്ഥിക്ക് എന്ത് അഡ്വൈസാണ് ഇത്രയും ഡേറ്റ സംബന്ധമായിട്ട് കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. സ്പ്രിംഗ്ലർ അടക്കമുള്ള അഴിമതികളും ഇതിനോടിടയിൽ തന്നെ ചർച്ചയായിട്ട് വരുന്നുണ്ട്. സ്പ്രിംഗ്ലർ എന്നൊക്കെ വെച്ചാൽ ശരിക്കും നമ്മുടെ ജനങ്ങളെ അത്രയും, നമ്മൾ ജോസഫ് സിനിമകളിലൊക്കെ കാണുന്നത് പോലെ നമ്മുടെ ജനങ്ങളുടെ, നമ്മുടെ മലയാളികളുടെ ഉൾപ്പെടെ സ്വകാര്യ ഡേറ്റാസ് വിദേശ കമ്പനികൾക്ക് ചോർത്തി നൽകുന്ന പോലെയുള്ള ഒരു അഴിമതിയായിരുന്നു അതൊക്കെ. അപ്പം അതിലുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വീണ വിജയൻ ഇത്രയും ശരിക്കും ഒരു റോബോട്ടിക് ബ്രെയിൻ ഉള്ള ഒരു ലേഡിയാണോ അവരെന്നുള്ള ചോദ്യം അവിടെയും വരും നമുക്ക് ഉറപ്പായിട്ടും. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരിക്കാണ് ഈ സ്പ്രിംഗ്ലർ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുറത്തോട്ട് പോകുന്നത്. പക്ഷെ അദ്ദേഹം അതിൽ പരാജയപ്പെട്ടു എന്നുള്ള ഇതാണ് കാരണം. പിന്നീടാണ് ഈ ഇലക്ഷൻ നടക്കുന്നതും 2021 വീണ്ടും പരാജയപ്പെടുന്നതൊക്കെ. ഉറപ്പായും രമേശ് ചെന്നിത്തല ശരിക്കും ഒരു നമുക്ക് ബഹുമാനം തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം മന്ത്രി എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം നല്ലൊരു മാധ്യമ പ്രവർത്തകനാകേണ്ടിരുന്ന ആളായിരുന്നു. ഒരുപാട് അന്വേഷണാത്മക നല്ല രീതിയിൽ അദ്ദേഹം ഓരോ കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പൊട്ടിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ആദ്യം പറയും സ്പ്രിംഗ്ലർ ഇങ്ങനെ ചെയ്തു, അവർ ഒപ്പോസ് ചെയ്യുമല്ലോ, ഒപ്പോസ് ചെയ്യുമ്പോൾ മാത്രം അടുത്ത തെളിവെടുത്ത് വെക്കും, ഇത് ചെയ്തില്ലേ, അപ്പോൾ അവർക്ക് ഒപ്പോസ് ചെയ്യാനായിട്ട് ഒരാഴ്ച കൂടി കിട്ടും. വീണ്ടും അവരടുത്ത സാധനമായിട്ട് അതിനെ പ്രതിരോധിക്കാൻ വരുമ്പോൾ അടുത്ത തെളിവിറക്കും. അങ്ങനെ ഭയങ്കര രസകരമായിട്ടുള്ള ഭയങ്കര ആക്റ്റീവായിട്ട് ആ സാധനം നിർത്താനായിട്ട് അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നല്ലൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിന്റെ ഒരു എല്ലാ ഗുണങ്ങളും ഉള്ള ഒരാളാണ് അദ്ദേഹം. പക്ഷെ ഇതിന് മാത്രമല്ലാണ്ട് ഇപ്പോൾ CMRL ഈ ഒരു ഇത്തരത്തിലുള്ള നമ്മുടെ നേരത്തെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഈ കേസ് ഹൈക്കോടതി എടുത്ത സമയത്ത്, ഡൽഹി ഹൈക്കോടതി എടുത്ത സമയത്ത് CMRL ഡൽഹി ഹൈക്കോടതിനെ SFIO അറിയിച്ചൊരു കാര്യം, അത് കുറച്ച് ഗൗരവകരമായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യമാണ്. ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്ക് CMRL പണം നൽകിയോ എന്ന് സംശയമുണ്ട് എന്നാണ് SFIO ആ അന്വേഷണ സമയത്ത് ഈ പറയുന്ന ഡൽഹി ഹൈക്കോടതിയിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് വീണ്ടും മാറി. അപ്പോൾ ഇവിടെ മാസപ്പടി മാറി, ഇതുപോലെയുള്ള കൊമേഴ്ഷ്യൽ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറിയിട്ട് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് അനുകൂലിക്കുന്നവർക്ക് CMRL പണം കൊടുത്തു എന്ന തരത്തിലേക്ക് പോലും ചോദ്യം അവിടെ ഉയരുകയാണ്. അതെ, കാര്യങ്ങൾ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആവുകയാണ് അപ്പോൾ. പക്ഷെ അതിനും ഇതുവരെ ഉത്തരവൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം. എന്തായാലും ഇവിടെ ഈ പറയുന്നത് പോലെ, ഷോൺ ജോർജ് പറയുന്നത് പോലെ, ഇത്തരത്തിലൊരു കാര്യം കേന്ദ്ര ഏജൻസി കണ്ടുപിടിക്കട്ടെ, അവർക്ക് സോഴ്സ് ഉണ്ടല്ലോ, അവരിത് എടുക്കട്ടെ എന്ന് ഇത്രയും ആത്മവിശ്വാസത്തോടു കൂടി ആ മനുഷ്യൻ ഇപ്പോഴും പറയുന്നുണ്ടെങ്കിൽ ഉറപ്പുണ്ടല്ലോ അവിടെ ആ സാധനമുണ്ട്. അല്ലെങ്കിൽ ആ അത്രയും വിരലുകൾ തിരിഞ്ഞ് ഷോണിനെ കൊത്തും എന്നുള്ളത് നന്നായിട്ട് അറിയാവുന്ന ആള് തന്നെയാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞ പോലെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്കിനെ വലിയ തരത്തിൽ തിരിച്ചടിയാണ്. അതെ, ഉറപ്പായിട്ടും. ഒന്നും ഇല്ലാണ്ട് അദ്ദേഹം ഇക്കാര്യത്തിൽ പരസ്യമായിട്ട് മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അവിടെ ഉണ്ടെന്നുള്ള അതിന് കൃത്യമായ ബോധത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഉള്ളൂ ഏതൊരാൾ ഇങ്ങനെ പറയുള്ളൂ. അതെ, അത്രയും ബോധത്തോടു കൂടി പറയണം എന്നുണ്ടെങ്കിൽ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരാൾ തന്നെ ആയിരിക്കണം ഇതിന്റെ ഡേറ്റാസ് കൂടുതലും കൊടുത്തിട്ടുണ്ടാവുക എന്നുള്ളൊരു നിഗമനത്തിലേക്ക് വരുമ്പോഴാണ് ഈ പറയുന്ന സുനീഷ് ആയിരിക്കാം എന്നുള്ളൊരു സംശയം നമുക്കിവിടെ ഉയർന്നു വരുന്നത്.